ത്രിയേക ദൈവത്തിനു സ്തുതി. സൗഭാഗ്യവതിയും നിത്യകന്യകയും കറയില്ലാത്തവളുമായ മർത്തമറിയമേ, നിന്റെ വിശുദ്ധിയോടെ കൃപാനൗകി എന്ന പ്രോഗ്രാമിനെ ഇതിലൂടെ എന്നെ ശ്രവിക്കുന്നവരെയും ചേർത്ത് നിർത്തുന്നു. നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശ്വാസം തലമുറയിലേക്ക് പകരുക. ഇന്ന് നമ്മിൽ പലരും ഇന്നത്തെ തലമുറയെക്കുറിച്ച് ആശങ്കാകുലരാണ്. കാരണം പഴയ തലമുറയിലെ പോലെ ഉള്ള ഒരു വിശ്വാസവും സ്നേഹവും ഇന്നത്തെ തലമുറയിൽ കാണുന്നില്ല. വചനത്തോട് വിരക്തി കാണിച്ച് ലോകത്തിലെ സൗഭാഗ്യങ്ങളിൽ നീന്തി തുടച്ച് നടക്കുവാനാണ് പലർക്കും താല്പര്യം. പലപ്പോഴും ഇന്നത്തെ തലമുറയുടെ പെരുമാറ്റങ്ങൾ നമ്മെ വേദനിപ്പിക്കാറുണ്ട്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കുവാൻ അവർ തൽപരരല്ല. അവർക്ക് ആഴമേറിയ ഒരു വിശ്വാസവുമില്ല. അവർ എപ്പോഴും നൂതന സാങ്കേതിക മാധ്യമങ്ങളുടെ മാസ്മാരിക വലയത്തിലാണ്. മാതാപിതാക്കന്മാരോട് സംസാരിക്കുന്നതിനോ വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കുന്നതിനോ ഒന്നും അവർക്ക് സമയമില്ല. എല്ലാവരും സ്വാർത്ഥതയോടെ പെരുമാറുന്നു. എന്നും മാധ്യമങ്ങളിൽ കൂടി കേൾക്കുന്നത് കൊള്ളയും കൊലപാതകവും അക്രമങ്ങളും മാത്രം. നിസ്സാര കാര്യങ്ങൾക്ക് മനുഷ്യനെ വെട്ടിനുറുക്കുന്നതിന് ഒരു വിഷമവുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തലമുറ ഉണ്ടാകുന്നത്? നാം മക്കൾക്ക് ഭൗതികമായ ഭക്ഷണത്തിനൊപ്പം ആത്മീയ ഭക്ഷണമായ ദൈവവചനം കൊടുത്ത് വളർത്താത്തത് കൊണ്ട് തന്നെ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലു എന്നു നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. 1 പത്രോസ് 2:2-3 വാക്യങ്ങൾ. ഈ മായമില്ലാത്ത പാൽ ഒരു പരിപൂർണ സമീകൃത ആഹാരമാണ്. ഈ സമീകൃത ആഹാരം സമൃദ്ധിയായി കിട്ടിയാലാണ് കുഞ്ഞുങ്ങൾക്ക് സമർത്ഥമായ ആത്മീയ വളർച്ച ഉണ്ടാകുന്നത്. അങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യും. നമുക്ക് സിദ്ധിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ തലമുറ തലമുറയായി കൈമാറണം. ഒരു റിലേ ഓട്ട മത്സരത്തിൽ ബാറ്റൺ അടുത്ത മത്സരാർത്ഥിക്ക് കൈമാറുന്നത് പോലെ യേശുവെന്ന അഗ്നിജ്വാലയെ നാം അടുത്ത തലമുറയിലേക്ക് പകരണം. ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 13:22. യഹോവ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത കൽപ്പനകളിൽ ഒരു കൽപ്പന ഇങ്ങനെയായിരുന്നു: ആകയാൽ നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ചു നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. ആവർത്തന പുസ്തകം 11:18-19 വാക്യങ്ങൾ. നാം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും മക്കളോട് പങ്കുവെക്കണം. കർത്താവിൻ്റെ അളവറ്റ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും മക്കളോട് പറയണം. പറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കൂടി വിശ്വാസം അവർക്ക് ബോധ്യപ്പെടുത്തണം. ഇസഹാക്ക് ബാലനായിരിക്കുമ്പോൾ അബ്രാഹാമിന്റെ ആഴമേറിയ ദൈവഭക്തിയും ആരാധനയും യാഗാർപ്പണങ്ങളും കണ്ടുപഠിച്ചു. ഇസഹാക്ക് ഒരു ദൈവഭക്തനായി അവരുടെ വിശ്വാസം യാക്കോബിലേക്കും പകരപ്പെട്ടു. പൗലോസ് തീമത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ തീമത്തിയോസിന്റെ നിർവ്യാജ വിശ്വാസത്തിന് കാരണക്കാരെ കുറിച്ചു പരാമർശിക്കുന്നുണ്ട്. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ചു നിർമ്മല മനസ്സാക്ഷിയോട് ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കിയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. 2 തീമത്തിയോസ് 1:4-5 വാക്യങ്ങൾ. തീമത്തിയോസിന്റെ കുടുംബത്തിൽ 3 തലമുറകൾ നിർവ്യാജ വിശ്വാസം കൈമാറി.
നാം വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും വിശ്വാസം കൈമാറണം. നമ്മുടെ ദൈവിക ശുശ്രൂഷകളെയും നാം തലമുറയ്ക്ക് കൈമാറണം. മോശ യോശുവായ്ക്കും ഏലിയാവ് എലീശായ്ക്കും ഈ ശുശ്രൂഷ കൈമാറി. യേശു തൻ്റെ ശിഷ്യർക്ക് ഈ ശുശ്രൂഷ കൈമാറി. ഈ ശുശ്രൂഷ മറ്റുള്ളവർക്ക് കൈമാറുന്നതിന് വേണ്ടി ശിഷ്യരിൽ മിക്കവരും രക്തസാക്ഷികളായി. നാം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നമ്മുടെ മക്കളോട് ദൈവവചനം പങ്കുവെക്കണം. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അതിനാൽ നമ്മിലെ തീജ്വാലയെ അടുത്ത തലമുറയിലേക്ക് പകരുവാൻ ഉത്സാഹിക്കാം. അങ്ങനെ ഈ ലോകമാകുന്ന പോരാട്ടക്കളത്തിൽ കർത്താവിൻ്റെ ഒരുപാട് നല്ല ഭക്തന്മാരെ നമുക്ക് വാർത്തെടുക്കാം. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെ കൂരിരുട്ടും ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. യെശയ്യാവ് 60:1-3 വരെയുള്ള വാക്യം. ഈ വചനത്താൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവ